നമസ്കാരം. സഖാക്കളോടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അതിൽ ദയവായി ന്യായീകരിക്കാൻ നിൽക്കരുത്. ന്യായീകരണം വേണ്ട നമുക്ക്. അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ഒരു കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി, കണക്കൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. 2010 ഒരു കണക്കിനെ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ഇപ്പോൾ മറികടക്കാൻ ശ്രമിക്കുന്നത്. 2010 ഇതുപോലെ കോർപ്പറേഷനിൽ വലിയ തിരിച്ചടി നേരിട്ടു, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷം 2011 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വന്നപ്പോൾ ചെറിയ മാർജിനിലാണ് അന്ന് പരാജയപ്പെട്ടത് എന്നുള്ള രീതിയിൽ ഒരു പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞു, ഇനി അത് വിടുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം 2010 അല്ല 2025 എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാവരും, ഞാനിതൊരു നേതാക്കന്മാരെ കുറ്റം പറയാനായിട്ടല്ല, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം 2010 അല്ല 2025. 2025 സംഘപരിവാർ എന്നൊരു സംഘടന ഇത്രത്തോളം സ്വാധീനമില്ലാത്ത കാലഘട്ടത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ മത്സരിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ചരിത്രങ്ങൾ ഇന്ന് ആപ്ലിക്കബിൾ അല്ല. ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലകളിലെ ചില അനുഭവങ്ങൾ വച്ചുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തെ നേരിടാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. അക്കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സന്ദർഭമാണ്. കാര്യം ഇന്നിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് സംഘടനാ സംവിധാനം തകർന്നു നിൽക്കുകയാണ്. കോൺഗ്രസിനെ മുന്നിലിരുത്തിക്കൊണ്ട് BJP പലയിടങ്ങളിലും പിൻസീ ഡ്രൈവ് ചെയ്യുകയാണ്. കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം അവരെ പിന്തുണച്ച് നിൽക്കുന്നവർക്ക് എങ്ങനെയൊന്ന് അധികാരം കിട്ടിയാൽ മതി. ആ അധികാര കസേരയ്ക്ക് വേണ്ടി ഏത് ബാന്ധവത്തിനും അവർ തയ്യാറാണ്. കാര്യം അവരെ ഡു ഓർ ഡൈ എന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ BJP എങ്കിൽ BJP, സുഡാപ്പി എങ്കിൽ സുഡാപ്പി, ജമാഅത്ത് ഇസ്ലാമി എങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, അങ്ങനെ എല്ലാ വഴിയും അവർ സ്വീകരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെയാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതും. അതായത് ജനങ്ങളോട് അതെ ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടു, എന്തുകൊണ്ട് തിരിച്ചടി നേരിട്ടു എന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ചെയ്ത പ്രവർത്തനങ്ങൾ, അതായത് സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ കണ്ണിന് ദൃശ്യമാകുന്നതാണ്, അനുഭവവേദ്യമാണ്. അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും കവലപ്രസംഗങ്ങൾ നടത്തി എന്ന് കരുതിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തണമെന്നില്ല. കാര്യം PR പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ മാസ്സായിട്ടുള്ള നെഗറ്റീവ് ക്യാമ്പയിനാണ് ഈ നാട്ടിൽ നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. പണ്ടത്തെ പോലെയല്ല, ഇന്ന് എന്തും ജനങ്ങളുടെ കൈവശത്താണ് ചെല്ലുന്നതെന്നുള്ള യാഥാർത്ഥ്യമാണ് ബേസിക്കലി നേതൃത്വം മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യം ഇന്നലകളിൽ അവർക്കത് ലഭ്യമാകുമ്പോൾ ബോധ്യപ്പെടുമെങ്കിൽ ആ ഒരു വിഷയം ചർച്ചയാകാതിരിക്കാൻ വേണ്ടി അവരുടെ ഫോൺ, അതായത് ഇന്ന് എല്ലാവരുടെയും കയ്യിൽ ഡിജിറ്റൽ ഫോണുകളുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. സർക്കാരിന്റെ K-ഫോൺ പദ്ധതിയിലൂടെയാണ് ഇത് നടപ്പാക്കിയെന്ന് അവരറിയണ്ടേ? അവരിലേക്ക് എത്തിപ്പെടുന്നത്, അവർ ഫീഡ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ നേതാക്കന്മാർ ആദ്യം മനസ്സിലാക്കണം. ഇന്നലകളിൽ പ്രവർത്തിച്ച സംവിധാനങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ BJP ഉപയോഗിക്കുന്ന കോൺഗ്രസും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ്, അവർ ഫീൽഡിലില്ല. പക്ഷേ ഫീൽഡിലേക്ക് പോകുന്നുണ്ട്. എന്തിന്? ജനങ്ങൾക്കിടയിൽ പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ വീട് വീടാന്തരം കയറുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഫീൽഡിലേക്ക് അങ്ങ് ഇറങ്ങുക. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിദഗ്ധമായിട്ട് ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ഇതിനുള്ള വഴി. കാര്യം ജനങ്ങൾക്കിടയിലേക്ക് വർഗീയതയും ഇടതുവിരുദ്ധതയും പച്ചക്കള്ളങ്ങളും വിശ്വാസങ്ങളും വികാരങ്ങളും ഉണർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ഒരു സൈഡിൽ നടത്തുന്നത്. അതിനെ ഏതെങ്കിലുമൊക്കെ കവലപ്രസംഗങ്ങൾ കൊണ്ട് നേരിടാൻ പറ്റുന്ന സാഹചര്യമല്ല. എല്ലാവരും വീട് വീടാന്തരം എത്താൻ സജ്ജരാകുകയാണ് വേണ്ടത്. ജനങ്ങളെ നേരിട്ട് കാണുക, അവരോട് കാര്യങ്ങൾ സമ്മതിക്കുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അത് അവിടെ ചെന്ന് ഞാൻ വന്നു, ഞാൻ പറഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന രീതിയൊക്കെ ആ കാലം മാറിക്കഴിഞ്ഞു. ഞാൻ അവിടെ പോയി അവരോട് കൃത്യമായി എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്ന് കേൾക്കാൻ തയ്യാറാകുക. ഇങ്ങനെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിച്ചാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴേറ്റ പരിക്കിനെ മറികടക്കാൻ പറ്റുള്ളൂ. 2010 സംഭവിച്ച കാര്യം അതേപടി സംഭവിക്കുമെന്ന് നമ്മൾ വെറുതെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടിയന്തരമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യരാണ് ഈ സംഘടനയ്ക്കൊപ്പം ഈ സാധാരണ പ്രവർത്തകരായിട്ടും അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്ന മനുഷ്യർ. അവരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്കും കുടുംബമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം മാത്രം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ വീട്ടിലെ ഏക വരുമാനം ചിലപ്പോൾ നിങ്ങളോടൊപ്പം വരുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവരെ പിടിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഓരോ പ്രവർത്തനങ്ങളും നടപ്പാക്കേണ്ടത്. ആ രീതിയിൽ പ്രാദേശികമായി ജനങ്ങൾക്കിടയിലേക്ക് സ്വാധീനമുള്ള വ്യക്തികളെ കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരെ കണ്ടുകൊണ്ട് വോട്ട് ചെയ്യുന്ന കാലമൊക്കെ പോയി കഴിഞ്ഞു. ആശയങ്ങൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ മുഴുനീളം പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാലമല്ല എന്നുള്ളത്. റീൽസിന്റെ കാലം എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ അല്ലെങ്കിൽ 1 മിനിറ്റിനകത്താണ് സംഭവങ്ങൾ അവർ കണ്ടു കഴിയുന്നത്. അത്തരം രീതിയിലേക്കും അത്തരം വേഗത്തിലേക്കും കാര്യങ്ങൾ മാറുമ്പോൾ
വരുമ്പോൾ അതിനനുസരിച്ച് പാർട്ടി സംവിധാനങ്ങൾ കൂടി മാറ്റേണ്ട ഉത്തരവാദിത്തമുണ്ട്. എല്ലാം പഴയ കാലത്തെ പോലെ നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷക്കാരെ വഴിതിരിച്ചു വിടുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവർ പറയുന്നതാണ് യഥാർത്ഥ മാർക്സിസ്റ്റുകൾ, അവർ പറയുന്ന രീതിയിൽ ജീവിച്ച് കാണിച്ച് അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നേടുന്നതിനപ്പുറം നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിപ്പെട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. പുതിയ കാലത്തിൽ ദാരിദ്ര്യം അറിഞ്ഞ് വളർന്ന കുട്ടികളല്ല ഇന്നുള്ളത്. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ പറയുന്ന പഴയ ആശയങ്ങൾ വെച്ചിട്ട് പട്ടിണിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല, അത് പറയേണ്ടതല്ല. പക്ഷേ അവരെ കൂടി ഇതിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ പുതിയ കാലഘട്ടത്തിന് കൂടി ഈ ആശയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളെ നിങ്ങൾ ഏതെങ്കിലും മൈക്ക് കെട്ടി പ്രവർത്തിച്ചതുകൊണ്ടോ ഒരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടോ ജനങ്ങളിലേക്ക് എത്തണമെന്നില്ല. അത് എത്തിക്കഴിഞ്ഞാൽ പോലും അത് നിങ്ങളുടെ നികുതിപ്പണമാണെന്നുള്ള നിലയ്ക്കൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ നടപ്പാക്കുന്ന ജനകീയ പ്രവർത്തനങ്ങളുടെ എല്ലാത്തിൻ്റെയും മൂല്യം റദ്ദാക്കി കളയുകയാണ്. അവിടെ വിശ്വാസം എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്, മതം പറയുന്നുണ്ട്, വർഗീയത പറയുന്നുണ്ട്. ഇതിനെയൊക്കെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മൈക്ക് കെട്ടിയുള്ള പ്രസംഗങ്ങളല്ല, അതിനാവശ്യം വീട് വീടാന്തരമുള്ള പ്രചരണം തന്നെയാണ്. അതിന് വേണ്ടത് ജനങ്ങളുമായി നല്ലപോലെ ആശയവിനിമയം നടത്താൻ കഴിയുന്ന കേഡർമാരെയാണ്. അത്തരം ആൾക്കാരെ കണ്ടെത്തി അവരെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കിയാൽ മാത്രമേ താഴേക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജിനെ ഒരു പരിധിവരെ മറികടക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് CPM-നാണെന്നുള്ള യാഥാർത്ഥ്യമൊക്കെ ഉണ്ട്. പക്ഷേ വോട്ട് മാത്രം പോരല്ലോ, ജയിക്കുകയാണ് വേണ്ടത്. ജയിക്കാൻ വേണ്ട ടാക്ടിക്സ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. മൈക്ക് കെട്ടി പ്രസംഗമോ മാധ്യമങ്ങളെ കാണലോ ഒന്നും യാതൊരു പരിഹാരവുമല്ല. മാധ്യമങ്ങളിൽ കാണണ്ട എന്നല്ല, മാധ്യമങ്ങളെ കാണാൻ ചുമതലയുള്ളവർ മാധ്യമങ്ങളെ കണ്ടാൽ മതി. പക്ഷേ വരുന്ന 4 മാസക്കാലം വിയർപ്പൊഴുക്കി ഫീൽഡിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഇപ്പോഴേറ്റ ആ പരിക്കിനെ മറികടന്നുകൊണ്ട് തിരിച്ചു വരാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു പരിഹാരക്രിയയും ഇതിന് ബദലായി മാറത്തില്ല. അത്തരം കാര്യങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഉടനടി തന്നെ ഇടപെടൽ നടത്തി നേരെ ജനങ്ങളുടെ അടുത്തേക്ക് നേതാക്കൾ ഒന്നടങ്കം ഇറങ്ങേണ്ട സന്ദർഭമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്.